നമസ്കാരം. വഖഫ് ഭൂമി ജിഹാദ് മാഫി അവരുടെ ഭൂമി കയ്യേറ്റങ്ങൾ, അനധികൃതമായ ഭൂമി കയ്യേറ്റങ്ങൾ തുടരുകയാണ് എന്നുള്ള ആരോപണങ്ങൾ തുടരെ ഉയരുകയാണ്. മുനമ്പം മാത്രമല്ല ഇപ്പോൾ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് തളിപ്പറമ്പിൽ നഗരസഭാ കാര്യാലയവും സയ്യദ് കോളേജും ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങൾ, ഏതാണ്ട് 400 ഏക്കറോളം ഭൂമി അവർ വഖഫ് അധീനതയിൽപ്പെട്ടതാണ് എന്ന് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അത്തരത്തിലൊരു അവകാശവാദം അവരവിടെ ഉന്നയിക്കുമ്പോൾ എതിർവിഭാഗം പറയുന്നത്, അതായത് ഈ ഭൂമി കയ്യിൽ വെച്ചിരിക്കുന്ന സയ്യദ് കോളേജ് ആണെങ്കിലും നഗരസഭാ കാര്യാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, മറ്റ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേരുടെ ഭൂമിയും വഖഫ് സ്വത്താണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള ഇപ്പോൾ അതിൻ്റെ കൈവശാവകാശികൾ പറയുന്നത് ഇത് പള്ളിയുടെ ജമാഅത്ത് അനധികൃതമായി വിറ്റ ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ ഇത് തിരിച്ച് വഖഫ് ആക്കണമെന്നുള്ള അവകാശവാദം തെറ്റാണ്. ഈ ഭൂമിയെല്ലാം പല ഇല്ലങ്ങളുടേതായിട്ടുള്ള ഭൂസ്വത്തുക്കളായിരുന്നു. അത് കൈമാറ്റം ചെയ്ത് കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന ഭൂമികളാണ്. അതുകൊണ്ട് തന്നെ വഖഫിന് ഇതിൻ്റെ മേൽ യാതൊരു അവകാശവാദവും ഇല്ല എന്നൊരു മറുവാദവും അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് വഖഫിൻ്റെ ഈ ഒരു പ്രവർത്തന രീതിയാണ്. കേരളത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഭൂമിയെല്ലാം വഖഫാണ് എന്ന് ഉമ്മീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന ഈ ഒരു രീതിക്ക് തടയിട്ടില്ലെങ്കിൽ വലിയ താമസമില്ലാതെ കേരളത്തിൽ ഒരു തുണ്ട് ഭൂമി പോലും സ്വതന്ത്രമായി കൈവശം വയ്ക്കുവാനുള്ള അവകാശം സാധാരണക്കാർക്ക് നഷ്ടപ്പെടും. അത് മുസ്ലിം വിഭാഗക്കാർക്ക് പോലും നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രേക്ഷകരുടെ ഓർമ്മയ്ക്കായി ഒരു കാര്യം പറയുന്നു. ചെല്ലാനം എന്ന പ്രദേശത്ത് ഒരു മുസ്ലിം കുടുംബം പോലുമില്ല, ഒരു മുസ്ലിം പോലുമില്ല, ഒരു മുസ്ലിം പള്ളിയുമില്ല. ആ പ്രദേശം മുഴുവൻ വഖഫിൻ്റെ സ്വത്താണെന്നുള്ള അവകാശവാദം കുറച്ചു കാലം മുൻപ് അവർ ഉന്നയിച്ചിരുന്നു. ഇനി അടുത്തത് അവരെങ്ങോട്ടേക്കാണ് അവരുടെ ഈ കണ്ണുകൾ, ഭൂമാഫിയ കണ്ണുകൾ പതിപ്പിക്കുവാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളം ആശങ്കപ്പെടേണ്ട ഒരു പ്രധാന വസ്തുത. കാരണം അടുത്തതൊരു പക്ഷേ കൊടുങ്ങല്ലൂരായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളായിരിക്കാം. കൊട്ടിയൂരിലെ സംഭവം ഒന്ന് ഓർത്തു നോക്കുക. കർണാടകയിൽ നിന്നോ വന്ന ഒരു ജിഹാദി വാവോലിയോ അങ്ങനെ എന്തോ ഒരു കല്ലിൻ്റെ പേരും പറഞ്ഞുള്ള രാജാരം 120 വർഷങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു അവകാശവാദം ഉന്നയിച്ചു. കൊട്ടിയൂർ ദേവസ്വം അതിനെ നിഷേധിച്ചുകൊണ്ട് കുറിപ്പിറക്കി എന്നുള്ളതെല്ലാം സത്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്നത് കേരള പോലീസാണ് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടത് ആശങ്ക ജനിപ്പിക്കുന്നു? കൊട്ടിയൂർ ദേവസ്വം അതിനെ നിഷേധിച്ചില്ലേ? ഇത്തരത്തിലൊരു ചടങ്ങും അവിടെ നടന്നിട്ടില്ല, ഇത്തരത്തിലൊരു ആചാരത്തിന് സ്ഥിരതയില്ല, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമില്ല എന്നവർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ആലോചിച്ച് നോക്കൂ, നാളെ ഇത്തരത്തിലൊരു പ്രദേശം തൻ്റെ ജന്മമാണ്, അത് താൻ വഖഫ് ചെയ്യുന്നു എന്നൊരു കുറിപ്പ് ഈ ജിഹാദി എഴുതി വെച്ചിട്ട് പോയാൽ വഖഫ് ഒരു പക്ഷേ നാളെ കൊട്ടിയൂർ അമ്പലം തന്നെ ഉമ്മീദ് പോർട്ടലിൽ വഖഫാണെന്ന് രജിസ്റ്റർ ചെയ്യില്ല എന്ന് പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഒരു ഉറപ്പുണ്ടോ? അങ്ങനെ ചെയ്യില്ല എന്നൊരു ഉറപ്പ് വഖഫ് തരുമോ? ഇല്ല. കാരണം ഇതൊരു ജിഹാദിൻ്റെ മാതൃകയിൽ ഭൂജിഹാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മാഫിയ മാത്രമാണ് ഈ വഖഫ്. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വരണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം ന്യായമായും പ്രേക്ഷകരിൽ നിന്നുയരാം, പലരിൽ നിന്നും ഉയരാം. കേന്ദ്ര സർക്കാർ അവർക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം നിയമനിർമ്മാണത്തിലൂടെ, നിയമ ഭേദഗതിയിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കണമെങ്കിൽ സുസ്ഥിരമായ ധൈര്യമുള്ളൊരു സർക്കാർ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ആസാമിലോ ഉള്ളതുപോലെ കേരളത്തിലും ഉണ്ടായിരിക്കണം. കാരണം ഉത്തർപ്രദേശിലും ആസാമിലുമെല്ലാം വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറ്റങ്ങളെ പൂർണ്ണമായും സംസ്ഥാനത്തിലെ നിയമനിർമ്മാണത്തിലൂടെ തടഞ്ഞ് അതിനൊരു പരിഹാരം കാണുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ യോഗി സർക്കാരാണെങ്കിലും ഹിമന്ത് ബിസ്വ സർക്കാരാണെങ്കിലും എന്തിന് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ കീഴിലുള്ള സർക്കാരാണെങ്കിൽ പോലും വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്ന തരത്തിലേക്കുള്ള കടുത്ത നടപടികൾ വരെ കൈക്കൊണ്ട് വഖഫ് ബോർഡിൻ്റെ ഒരു തടയിട്ടിട്ടുണ്ട് അവരുടെ ഈ ഒരു ഭൂമാഫിയ പ്രവർത്തനങ്ങൾക്ക്. കേരളത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അത് മുൻപുള്ള ഇടത് സർക്കാരാകട്ടെ ഇപ്പോഴുള്ള UDF സർക്കാരാകട്ടെ, ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിഷ്കളങ്കനായ വ്യക്തിയാണ് എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചോ ഈ ജിഹാദികളുടെ കേരളത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ല എന്ന് പറയേണ്ടി വരും. അതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്നുള്ളത് തീർച്ചയാണ്. UDF സർക്കാർ എന്തായാലും വഖഫിന് ഒരു സ്ഥിരമായ തട വിധിക്കുവാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒരു പരിധിക്ക് മുകളിലുള്ള സ്വാധീനം ഇപ്പോഴത്തെ സർക്കാരിലും അതിൽ തന്നെ പ്രത്യേകമായി മുഖ്യമന്ത്രിക്ക് മേലും ഉള്ള സാഹചര്യത്തിൽ ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയാം. മാറാട് ഇവിടെ വലിയൊരു വിഷയമായി ഭാവിയിൽ ഉയർന്നു വന്നേക്കാം. മാറാട് കടപ്പുറത്ത്
അരയ സമുദായത്തെ പൂർണ്ണമായും അവിടുന്ന് കശ്മീരിൽ എങ്ങനെയാണോ ഹൈന്ദവ സമുദായത്തെ അവിടുന്ന് ജിഹാദികൾ തുരത്തി ഓടിച്ചത്, ആ മാതൃകയിൽ തുരത്തി ഓടിക്കുവാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒന്നാം മാറാട് കലാപവും രണ്ടാം മാറാട് കലാപവും തിരിച്ചടിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിച്ച അവരുടെ ഈ ഒരു തുരത്തി ഓടിക്കൽ നടക്കാതെ അതിൻ്റെ വിപരീത ഫലമുണ്ടായി. കാരണം ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ജിഹാദികളും മാറാട് കടപ്പുറത്ത് നിന്ന് പൂർണ്ണമായും തുരത്തി ഓടിക്കപ്പെട്ടു. ഞങ്ങൾക്കിനി ഇത്തരം ജിഹാദികളുടെ സാന്നിധ്യം ഇവിടെ വേണ്ട എന്നുള്ളത് കൃത്യമായി നിശ്ചയിച്ച് നടപ്പാക്കപ്പെട്ടു. അവരുടെ ഒരു പള്ളി വീണ്ടും ബലം പ്രയോഗിച്ച് തുറക്കുവാൻ ശ്രമിച്ചപ്പോൾ അതുപോലും എതിർത്ത് തോൽപ്പിക്കുന്നൊരു ഐക്യതയിലേക്ക് അവിടുത്തെ അരയ സമുദായം എത്തിച്ചേർന്നത് ഈ രണ്ടാം മാറാട് കലാപം കൂടി കഴിഞ്ഞതോടുകൂടിയാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഐക്യമുണ്ടായേ മതിയാകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് അവരിത്തരത്തിലൊരു പ്രവർത്തനം കൈക്കൊണ്ടതുകൊണ്ട് ജിഹാദികൾ അവിടുന്ന് തൂത്തെറിയപ്പെട്ടു. അതിന് ഒരു മറുമരുന്നുമായി അടുത്ത ഒരു തേൻ പുരട്ടിയ കത്തിയുമായി ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസങ്ങളിൽ അരയ സമുദായത്തെ സമീപിച്ചിരുന്നു. അത് വാർത്തകളിൽ അധികം പ്രാമുഖ്യം നേടിയ ഒരു കാര്യമല്ല. അതുകൊണ്ടാണ് പ്രേക്ഷകരോട് അതൊന്ന് എടുത്തു പറയുന്നത്. ബക്രീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷങ്ങൾക്ക് അരയ സമുദായത്തെ ക്ഷണിച്ച് പഴയ ഗ്രഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി അവരെ വീണ്ടും അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാന്നിധ്യം വീണ്ടും മാറാട് കടപ്പുറത്ത് ഉറപ്പിക്കുവാനുള്ള ഒരു ശ്രമവുമായി ജമാഅത്തെ ഇസ്ലാമി അരയ സമുദായത്തെ സമീപിച്ചിരുന്നു. പക്ഷേ അരയ സമുദായം അവരുടെ മനസ്സിലുള്ള മുറിവുകളുടെ ഓർമ്മകൾ, 8 പേരുടെ മൃതദേഹങ്ങൾ വരിവരിയായി മാറാട് കടപ്പുറത്തോട് നീങ്ങുന്ന കാഴ്ചകൾ ഓർക്കുന്ന പലരും, അല്ലെങ്കിൽ ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും മാറാട് കടപ്പുറത്തുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ജിഹാദികളുടെയോ അവരെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെയോ സാന്നിധ്യമോ സ്നേഹമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ മനസ്സിലെ മുറിവുകൾ അത്രയും ആഴത്തിലുള്ളതാണ് എന്ന് മാന്യതയുടെ ഭാഷയിൽ പക്ഷേ വളരെ വ്യക്തമായി മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളെ മടക്കി അയക്കുന്ന സംഭവമുണ്ടായി. അപ്പോൾ തേൻ പുരട്ടിയ കത്തിയുമായി വന്നവർ മടങ്ങിപ്പോയി. ഇനി അവർ വരിക ഒരു പക്ഷേ തേൻ പുരട്ടാത്ത വഖഫ് എന്ന മൂർച്ചയേറിയ ആയുധവുമായിട്ടായിരിക്കും. കാരണം മുൻപ് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് മുഴുവൻ വഖഫിൻ്റെ സ്വത്താണ് എന്ന് നാളെ ഉമ്മീദ് പോർട്ടലിൽ മാറാടിലെ കടപ്പുറം ഒന്നാകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇതിനൊരു തടയിടണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉമ്മീദ് പോർട്ടലിന് മേൽ വേണം. ഏതൊക്കെ സർവേ നമ്പറിലുള്ള ഓരോ വ്യക്തിക്കും അത് കൃത്യമായി നടപ്പാക്കുവാൻ സാധിക്കില്ല. പക്ഷേ അത് ഹൈന്ദവ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും ജാഗ്രതയോടുകൂടി തന്നെ ഉമ്മീദ് പോർട്ടലിനെ നിരീക്ഷിക്കണം. കാരണം ഒരു ഏതാണ്ട് വഖഫ് നിയമ ഭേദഗതി പൂർണ്ണമായും നടപ്പാക്കാത്തൊരു വഖഫ് ബോർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമിച്ചൊരു വഖഫ് ബോർഡ് തന്നെ ഇപ്പോഴും അധികാരത്തിൽ തുടരുകയാണ്. അതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി അനുസരിച്ച് വഖഫ് ബോർഡിൽ അമുസ്ലിമായിട്ടുള്ള അംഗങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ ഒരു അംഗം പോലും ഇല്ലാത്തൊരു വഖഫ് ബോർഡാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇറങ്ങിപ്പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് പരമാവധി ഭൂമി ഉമ്മീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ച് ആ ഭൂമിയെ ഈ ഭൂമികളെ എല്ലാം നിയമ പോരാട്ടങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഒരു ബാങ്ക് ലോൺ പോലും ആ ഭൂമിയുടെ അവകാശികൾക്ക്, യഥാർത്ഥ അവകാശികൾക്ക് ആ ഭൂമിയുടെ പേരിൽ എടുക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുവാനാണ് ഇപ്പോൾ ഈ ജിഹാദി മാഫിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ച് തളിപ്പറമ്പിലായാലും മുനമ്പത്തായാലും ഇനി വരുവാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഭൂമി കയ്യേറ്റങ്ങൾക്ക് ഇരകളാകാൻ പോകുന്ന ജനങ്ങളിൽ ആരായാലും ഇത് സ്വയം കൃതാനർത്ഥമാണ്. കാരണം ഇതിനൊരു പരിഹാരം കാണുവാനുള്ള ഏക മാർഗം ഞാൻ സൂചിപ്പിച്ചു. കേരളത്തിലും BJPയുടെ സർക്കാർ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അത് BJPയുടെ രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങൾക്ക് അനുകൂല മനോഭാവമാണോ പ്രതികൂല മനോഭാവമാണോ എന്നുള്ളത് ഇവിടെ വിഷയമേ അല്ല. തൽക്കാലം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വഖഫ് ബോർഡ് എന്ന ഭൂജിഹാദ് മാഫിയക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിലോ ഒട്ടാകെ നോക്കിയാലും BJP മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം അവരുടെ അച്ചാരവും ഈന്തപ്പഴവും കശുവണ്ടിപ്പരിപ്പും വാങ്ങി നുണഞ്ഞ് അവർക്ക് വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രത്യക്ഷത്തിൽ ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാണ് എന്ന് മുനമ്പംകാരോടോ തളിപ്പറമ്പുകാരോടോ പറയുന്ന രാഷ്ട്രീയക്കാർ, അവരുടെ MP-മാർ, നിങ്ങളുടെ ജനപ്രതിനിധികൾ, നിങ്ങൾ തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയച്ച ജനപ്രതിനിധികൾ എല്ലാവരും കൃത്യമായി വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് അവിടെ പോയി വോട്ട് ചെയ്തത്. പിന്നെ പറയുന്നതെല്ലാം പ്രഹസനം മാത്രമാണ്. ആ പ്രഹസനങ്ങൾ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചു കൊടുത്തതിൻ്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ തളിപ്പറമ്പിലും മുൻപ് മുനമ്പത്തും ഇനി വരുവാൻ പോകുന്ന ഒരുപക്ഷെ കൊടുങ്ങല്ലൂരോ കൊട്ടിയൂരോ മാറാടോ ഒക്കെ നാം കാണുവാൻ പോകുന്നത്. വഖഫ് എന്ന ഭൂജിഹാദ് മാഫിയ കേരളത്തിൻ്റെ മുകളിൽ ഒരു വലിയ
വിഷം തുപ്പുന്ന കരിമേഘമായി പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്, അല്ലെങ്കിൽ വളർന്നു കിടക്കുകയാണ്, കരിനിഴൽ വിരിച്ചു തന്നെ കിടക്കുകയാണ് എന്ന് പറയാതെ തരമില്ല. അതാണ് യാഥാർത്ഥ്യവും. ഈ വിഷയത്തെ സംബന്ധിച്ച് HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.